എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 4th അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 9-ാം തീയതി മുതൽ സെപ്റ്റംബർ 11-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. വിദ്യാർത്ഥികൾ ഈ ഒരു 4th അലോട്ട്മെന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന നിരവധി സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ AMCS FNCK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അഡ്മിഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇമെയിൽ ID അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതായത് അപ്ലിക്കൻ്റ് ID എന്ന് നൽകി പാസ്വേഡ് കൂടി നൽകുക. അതായത് ഈ ഒരു ഇമെയിൽ IDയോ അല്ലെങ്കിൽ അപ്ലിക്കൻ്റ് IDയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നൽകിയാൽ മതിയാകും. അതിനുശേഷം പാസ്വേഡ് കൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അതായത് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അപ്പോൾ മറ്റൊരു കോളേജിലാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മുൻപ് അഡ്മിഷൻ നേടിയിട്ടുള്ള കോളേജിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് റിസീപ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച റിസീപ്റ്റിൻ്റെ കോപ്പി മാത്രമാണ് നിങ്ങൾ ഈ ഒരു പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച അതായത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നൽകേണ്ടതായിട്ടുള്ളൂ. ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കോളേജ് വൈസ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അറിയാം. അതിനായിട്ട് 4th അലോട്ട്മെൻറ്റ് കോളേജ് വൈസ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏത് കോളേജിൻ്റെതാണ് അറിയേണ്ടത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് ഈ ഒരു ഫുള്ളായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 4th അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അറിയാവുന്നതാണ്. ഇവിടെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കാണാം. അതുപോലെ തന്നെ ന്യൂ അലോട്ട്മെൻറ്റ്, അതുപോലെ കുറച്ച് ആ ഒരു രീതിയിൽ ചേഞ്ച്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കാണും. ചേഞ്ച് ഓഫ് ജോയിൻഡ് കാറ്റഗറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനായിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് അടക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും അതായത് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിൽ നിന്നും ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെടുത്തുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കോയോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതായത് ആദ്യമായിട്ടായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസിൽ അതായത് ഹയർ ഓപ്ഷൻസ് നിലവിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് യെസ് ഓർ നോ ഓപ്ഷൻ കാണാം. യെസ്സോ അല്ലെങ്കിൽ നോ ഈ ഒരു രീതിയിൽ 2 ഓപ്ഷനും കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് വല്ലതും ഉണ്ട്. അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ യെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. വേണ്ടാത്തതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി നോ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ മുഴുവൻ നിലനിർത്തിയിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ അതിലേക്ക് പരിഗണിക്കപ്പെടും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അതിൽ ജോയിൻഡ് അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ജോയിൻഡ് കാറ്റഗറി അപ്പോൾ ചേഞ്ച് ഓഫ് ജോയിൻറ്റ് കാറ്റഗറി അതുപോലെ തന്നെ ജോയിൻറ്റ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ ചേഞ്ച് ഓഫ് ജോയിൻറ്റ് കാറ്റഗറി എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ അതായത് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് 4th അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിലവിൽ നിങ്ങൾ സ്ഥിരീകരിച്ച അതേ കോളേജിലെ തന്നെ മറ്റൊരു വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് മാറിയിട്ടുള്ളവരും അതുപോലെ തന്നെ മുൻപ് ലഭിച്ച അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ച വിദ്യാർത്ഥികളും അതായത് ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി
വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷൻ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഈ ഒരു 25,000 രൂപ ഓൺലൈനായിട്ട് അടച്ചതുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് പുതുതായിട്ട് അല്ലെങ്കിൽ പുതിയ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ ഒരു ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് 25,000 രൂപ ഓൺലൈനായിട്ട് അടച്ചതുകൊണ്ട് വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത്, അതായത് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്, അതായത് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം, ഒന്ന് യെസ് അല്ലെങ്കിൽ നോ. അതായത് ഈ ഒരു രീതിയിൽ 2 ഓപ്ഷനാണ് കാണാൻ പറ്റുക. അപ്പോൾ യെസ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനിൽ ഹയർ ഓപ്ഷൻസ് വല്ലതും ഉണ്ട്, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിൽ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ യെസ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഓപ്ഷനും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിലായിട്ട് നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ ഈ ഒരു 9-ാം തീയതി മുതൽ 11-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അതായത് അഡ്മിഷൻ നേടേണ്ടവർ അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടേണ്ടവർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവരും അതുപോലെ തന്നെ പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വേണം പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവേശന നടപടികളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും അതുപോലെ നിങ്ങൾ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്തതായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഓൺലൈൻ അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുപോലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ 25,000 രൂപ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് 73,025 രൂപയും അതുപോലെ സ്പെഷ്യൽ ഫീസ് 23,300 രൂപയും കോഷൻ ഡെപ്പോസിറ്റ് 10,000, ടോട്ടൽ 1,06,325 രൂപ. അതിൽ 25,000 രൂപ ഓൾറെഡി അടച്ചിട്ടുണ്ടാകും ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട്. അതിനുശേഷം 81,325 രൂപയാണ് നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു DD വഴിയോ എങ്ങനെയാണ് അടക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കുകയും പുതിയ കോളേജിലേക്ക് മാറിയിട്ടുള്ളവർ, അതായത് അപ്ലിക്കൻറ്റ് വിത്ത് അഡ്മിഷൻ സ്റ്റാറ്റസ്, അത് നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവേശന തീയതികളിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെത്തി നേരത്തെ പ്രവേശനം നേടിയിട്ടുള്ള, അതായത് നേരത്തെ പ്രവേശനം നേടിയ കോളേജിൽ സർട്ടിഫിക്കറ്റുകളും ഫീസും അടച്ചതിന് ലഭിച്ച റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഫോട്ടോ കോപ്പികൾ മാത്രം സമർപ്പിച്ചാൽ മതി, അതായത് ഫോട്ടോ സ്റ്റാറ്റ് മാത്രം കൊടുത്താൽ മതി. ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ IMCS FNCKയുടെ നേരത്തെ ഉള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിൽ അടച്ചിട്ടുള്ള മുഴുവൻ ഫീസും സർട്ടിഫിക്കറ്റുകളും കോളേജ് അധികാരികൾ തന്നെ അസോസിയേഷൻ വഴി പിന്നീട് നേരിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു കോളേജിൽ നൽകുന്നതായിരിക്കും, അതായത് കൈമാറുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കോളേജിൽ പ്രവേശനം നേടിയ ശേഷം അത് റദ്ദ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 24 വരെ നിങ്ങൾക്ക് നിലവിലെ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം ലഭിച്ചിട്ടുള്ള കോളേജിലെ പ്രിൻസിപ്പാളിന് രേഖാമൂലം ഈ ഒരു, അതായത് നിങ്ങൾ ഒരു പേപ്പറിൽ അപേക്ഷ കൊടുക്കണം, അതിനാണ് രേഖാമൂലം എന്ന് പറയുന്നത്. അപ്പോൾ TCക്കുള്ള അപേക്ഷ സമർപ്പിക്കുകയും നിങ്ങളുടെ പ്രവേശനം റദ്ദ് ചെയ്യാനുമുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്രകാരം പോകുന്നവർക്ക് പ്രവേശന ഫീസായിട്ട് നിങ്ങളുടെ 1000 രൂപ മാത്രം കഴിച്ച ശേഷം ബാക്കി പൈസ മുഴുവനായിട്ട് തിരികെ ലഭിക്കുന്നതായിരിക്കും. തങ്ങളുടെ സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് പ്രവേശനവും, അതായത് എപ്പോഴെങ്കിലും റദ്ദ് ചെയ്തവർക്ക് അസോസിയേഷൻ്റെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പ്രവേശന അവസരം കിട്ടുന്നതല്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് നോക്കാം. ഒന്ന് SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, അതായത് +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതായത് കോഴ്സ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് എടുക്കണം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ റിലീജിയൻസിൽ ന്യൂസ് കാറ്റഗറിയിൽ ഉള്ളവർ ഈ ഒരു മേജർ സുപ്പീരിയറിൽ നിന്ന് ലഭിക്കുന്ന ഒരു ലെറ്റർ ഹാജരാക്കണം. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു
ലെറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അതും ആവശ്യമുള്ളവർക്കേ വേണ്ടൂ. അതുപോലെ തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, CBSE, ICSE ഇതുപോലുള്ളവയിൽ നിന്ന് പാസ്സായവരല്ല എങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ SC, BC, OBC, SC, ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ അതായത് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള അതായത് നിങ്ങളുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി തെളിയിക്കാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ റാങ്കിങ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസ്പെക്ടസിൽ 3.2 കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ആൻറ്റി റാങ്കിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതായത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സ്വഭാവ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു AIMSS FNCK എന്ന് ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് ഓർഡറിൻ്റെ കോപ്പി, അതായത് അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ കോപ്പി, അതുപോലെ തന്നെ അതായത് 4th അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററാണ് വേണ്ടത്. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും 2 വീതം ഈ ഒരു ഗസ്റ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് അത് നിങ്ങളുടെ പേരെഴുതിയിട്ട് സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞത് നിങ്ങളുടെ പേരെഴുതിയിട്ട് സിഗ്നേച്ചർ ചെയ്യുന്നതിനാണ് സെൽഫ് അറ്റസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആധാറിൻ്റെ ഒരു കോപ്പി, അത് ഫോട്ടോ ഉള്ള ആധാറിൻ്റെ ഒന്നല്ല 2 കോപ്പി, ആധാർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID-യുടെ 2 വീതം 2 അല്ല 3 വീതം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം ഫോട്ടോൻ്റേത്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ DD ആയിട്ടോ എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്ന് കോളേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫീസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ ആനുവൽ ഫീസ്, അതുപോലെ മെസ്സ്, ബുക്ക്, യൂണിഫോം ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഫീസ് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.